നമസ്കാരം. ഇംഗ്ലീഷിൽ ഗദ്യരൂപത്തിലുള്ള ഉള്ളടക്കം വായിച്ച് അർത്ഥം എളുപ്പം മനസ്സിലാക്കുവാൻ സഹായകമായ 14 വീഡിയോകൾ തുടർച്ചയായി ഇതിനകം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഉള്ളടക്കം വായിച്ച് അർത്ഥം മനസ്സിലാക്കുവാൻ നിങ്ങൾ ആർജിച്ച കഴിവ് ഇന്ന് നമ്മൾ പരീക്ഷിക്കുകയാണ്. അതിലേക്ക് ഇവിടെ തന്നിരിക്കുന്ന വളരെ ലളിതമായ ഒരു കഥ അതിലെ ശബ്ദം മ്യൂട്ട് ചെയ്ത് വച്ചിട്ടോ മൊബൈൽ സ്ക്രീൻ ഈ വീഡിയോ കാണുമ്പോൾ പോസ് ചെയ്തു വച്ചിട്ടോ നിങ്ങൾ സ്വയം അർത്ഥം നൽകി വായിക്കേണ്ടതാണ്. ഈ കഥയുടെ എത്ര ശതമാനത്തിന് അർത്ഥം നൽകുവാൻ നിങ്ങൾക്ക് വിജയകരമായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഈ കഥ ശബ്ദസഹിതം, അതായത് മ്യൂട്ട് മാറ്റി വീണ്ടും പൂർണ്ണമായും കേൾക്കേണ്ടതാണ്. ഇതിലൂടെ ഇംഗ്ലീഷ് അർത്ഥം മനസ്സിലാക്കുവാൻ നിങ്ങൾ ആർജിച്ച പുരോഗതി നിങ്ങൾക്ക് സ്വയം വിലയിരുത്തുവാൻ കഴിയുന്നതാണ്. നമുക്ക് ഇന്നത്തെ പരീക്ഷണത്തിലേക്ക് കടക്കാം. ഇംഗ്ലീഷ് റീഡിംഗ് പ്രാക്ടീസ്, ഇംഗ്ലീഷ് വായന പരിശീലനം. ഇവിടെ ഞാൻ വായിക്കുമ്പോൾ നിങ്ങളും എന്നോടൊപ്പം ചേർന്ന് വായിക്കുവാൻ പരിശീലിക്കണം. Once a thirsty fox saw a well with a little water at the bottom. The well was too deep for the fox to reach the water. Frustrated, the fox paced around until it spotted a goat approaching. Eager to quench its thirst, the fox devised a plan. അർത്ഥം നോക്കാം. വൺസ് ഒരിക്കൽ, എ thirsty ഫോക്സ് ദാഹമുള്ള ഒരു കുറുക്കൻ അല്ലെങ്കിൽ ദാഹിച്ചു വലഞ്ഞ ഒരു കുറുക്കൻ, സോ കണ്ടു, എ വെൽ ഒരു കിണറിനെ, വിത്ത് എ ലിറ്റിൽ വാട്ടർ ഒരൽപ്പം വെള്ളത്തോടു കൂടി, അറ്റ് ദി ബോട്ടം ഏറ്റവും അടിഭാഗത്ത്. എന്ന് വെച്ചാൽ കിണറിൻ്റെ അടിഭാഗത്ത് ഒരൽപ്പം വെള്ളമുള്ള ഒരു കിണറിനെ ദാഹിച്ചു വലഞ്ഞ ഒരു കുറുക്കൻ ഒരിക്കൽ കണ്ടു. ദ വെൽ വാസ് ടു ഡീപ്പ്, ആ കിണർ ആയിരുന്നു, ദ വെൽ വാസ് ആ കിണർ ആയിരുന്നു, ടു വളരെ, ഡീപ്പ് ആഴമുള്ള, ഫോർ ദി ഫോക്സ് ആ കുറുക്കന്, ടു റീച്ച് ദി വാട്ടർ വെള്ളത്തെ സമീപിക്കുവാൻ അല്ലെങ്കിൽ വെള്ളത്തിൽ എത്തിച്ചേരുവാൻ. അപ്പോൾ നോക്കൂ, ദ വെൽ വാസ് ടു ഡീപ്പ് ആ കിണർ വളരെ ആഴമുള്ളതായിരുന്നു, ഫോർ ദി ഫോക്സ് ആ കുറുക്കന്, ടു റീച്ച് ദി വാട്ടർ വെള്ളത്തെ എത്തിച്ചേരുവാൻ. അപ്പോൾ അർത്ഥമെടുക്കുമ്പോൾ കുറുക്കന് വെള്ളത്തിലെത്താൻ കഴിയാത്തത്ര ആഴമുണ്ടായിരുന്നു ആ കിണറിന്, അല്ലെങ്കിൽ കുറുക്കന് വെള്ളത്തെ സമീപിക്കുവാൻ കഴിയാത്തത്ര ആഴമുണ്ടായിരുന്നു ആ കിണറിന് എന്ന് വേണം അർത്ഥമെടുക്കുവാൻ. ഫ്രസ്ട്രേറ്റഡ് നിരാശനായി, ദ ഫോക്സ് ആ കുറുക്കൻ, പേസ്ഡ് എറൗണ്ട് ചുറ്റിലും നടന്നു, അൻറ്റിൽ വരെ, ഏതുവരെ, ഇറ്റ് സ്പോട്ടഡ് അത് കാണും വരെ, എ ഗോട്ട് അപ്രോച്ചിങ് ഒരു ആട് സമീപിച്ചു കൊണ്ടിരിക്കുന്നത്, ഒരു ആട് ആ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാണും വരെ നിരാശനായിക്കൊണ്ട് ആ കുറുക്കൻ ചുറ്റിലും ചുവട് വച്ചു നടന്നു. ഈഗർ ടു ക്വഞ്ച്, ഈഗർ ആകാംക്ഷയുള്ള, ടു ക്വഞ്ച്, ക്വഞ്ച് എന്ന് വെച്ചാൽ ശമിപ്പിക്കുക, കെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം. ഈഗർ ടു ക്വഞ്ച് ശമിപ്പിക്കുവാൻ ആകാംക്ഷയുള്ളത് കൊണ്ട്, ഇറ്റ്സ് തേഴ്സ്റ്റ് അതിൻ്റെ ദാഹം, അതിൻ്റെ ദാഹം ശമിപ്പിക്കുവാനുള്ള ആകാംക്ഷയോടുകൂടി, ദ ഫോക്സ് ഡിവൈസ്ഡ് ആ കുറുക്കൻ, ഡിവൈസ്ഡ് വിഭാവനം ചെയ്തു, എ പ്ലാൻ ഒരു പദ്ധതി. ഹലോ ഡിയർ ഗോഡ്, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, the fox said politely. What seems to be the matter, dear fox? the goat asked. I have found this well with cool, refreshing water, but alas, I cannot reach it. If only someone could jump in, I could climb on their back and drink to my heart's content. The fox explained with a hint of sadness. ഒന്നുകൂടി എൻ്റെ കൂടെ വായിക്കൂ. ഹലോ ഡിയർ ഗോഡ്, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, the fox said politely.
What seems to be the matter, dear fox? The goat asked. I have found this well with cool, refreshing water, but alas, I cannot reach it. If only someone could jump in, I could climb on their back and drink to my heart's content. The fox explained with a hint of sadness. അർത്ഥം നോക്കാം. ഹലോ ഡിയർ ഗോട്ട്, അല്ലയോ പ്രിയപ്പെട്ട ആടെ, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, ദയവായി എന്നെ ഒന്ന് സഹായിക്കാമോ? ദ ഫോക്സ് സെഡ് പൊളൈറ്റ്ലി, ആ കുറുക്കൻ വളരെ വിനയത്തോടുകൂടി പറഞ്ഞു. പൊളൈറ്റ്ലി, വിനയത്തോടുകൂടി പറഞ്ഞു. വാട്ട് സീംസ് ടു ബി ദി മാറ്റർ? വാട്ട്, എന്ത്, സീംസ് തോന്നുന്നു, ടു ബി ആയിരിക്കാം, ദി മാറ്റർ കാര്യം, ഡിയർ ഫോക്സ് പ്രിയപ്പെട്ട കുറുക്ക. അപ്പോൾ അർത്ഥം എടുക്കുമ്പോൾ പ്രിയപ്പെട്ട കുറുക്ക എന്താണ് കാര്യം? ദ ഗോട്ട് ആസ്ക്ഡ്, ആ ആട് ചോദിച്ചു. അപ്പോൾ കുറുക്കൻ വീണ്ടും പറയുകയാണ്, ഐ ഹാവ് ഫൗണ്ട്, ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ദിസ് വെൽ വിത്ത് കൂൾ റിഫ്രഷിംഗ് വാട്ടർ, ഈ കിണറിൽ തണുത്ത നല്ല ഉന്മേഷദായകമായ വെള്ളമുണ്ടെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കൂൾ എന്ന് വെച്ചാൽ തണുപ്പുള്ള, റിഫ്രഷിംഗ് എന്ന് വെച്ചാൽ ഉന്മേഷദായകമായ, ഉന്മേഷം നൽകുന്ന. ബട്ട് അലാസ്, പക്ഷേ കഷ്ടം, ഐ കനോട്ട് റീച്ച് ഇറ്റ്, എനിക്കതിനെ സമീപിക്കുവാൻ കഴിയുന്നില്ല, എനിക്കതിൽ എത്തിച്ചേരുവാൻ കഴിയുന്നില്ല. ഇഫ് ഒൺലി സംവൺ, ആരെങ്കിലും കുഡ് ജമ്പിൻ, ചാടുകയാണ്, അതിൻ്റെ ഉള്ളിൽ ചാടുകയാണെങ്കിൽ മാത്രം. ഇഫ് ഒൺലി സംവൺ കുഡ് ജമ്പിൻ, ആർക്കെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ കിണറിൻ്റെ ഉള്ളിൽ ചാടുകയാണെങ്കിൽ മാത്രം. ഐ കുഡ് ക്ലൈംബ്, എനിക്ക് കയറുവാൻ കഴിയുമായിരുന്നു, ഓൺ ദെയർ ബാക്ക്, അവരുടെ മുതുകിൽ. ബാക്ക് എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ പിൻഭാഗം. ഓൺ ദെയർ ബാക്ക്, അവരുടെ മുതുകിൽ എനിക്ക് ക്ലൈംബ് ചെയ്യുവാൻ കഴിയുമായിരുന്നു, കയറുവാൻ കഴിയുമായിരുന്നു. ആൻഡ് ഡ്രിങ്ക്, എന്നിട്ട് കുടിക്കാം, ടു മൈ ഹാർട്ട്സ് കണ്ടൻറ്റ്, എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ടൻറ്റ്, തൃപ്തി, സംതൃപ്തി, എൻ്റെ ഹൃദയത്തിന് തൃപ്തി വരുവോളം എനിക്ക് ആ വെള്ളം കുടിക്കുകയും ചെയ്യാമായിരുന്നു. എന്ന് വെച്ചാൽ ആരെങ്കിലും ഈ കിണറിൻ്റെ ഉള്ളിൽ ചാടിയിരുന്നെങ്കിൽ അവരുടെ മുതുകിൽ നിന്നുകൊണ്ട് എനിക്ക് ഈ കിണറിൻ്റെ ഉള്ളിലെ വെള്ളം എൻ്റെ ഹൃദയത്തിന് തൃപ്തി വരുവോളം, എൻ്റെ മനസ്സിന് തൃപ്തി വരുവോളം എനിക്ക് കുടിക്കാൻ കഴിയുമായിരുന്നു. ദ ഫോക്സ് എക്സ്പ്ലെയിൻഡ്, ആ കുറുക്കൻ വിശദീകരിച്ചു, വിത്ത് എ ഹിൻഡ് ഓഫ് സാഡ്നെസ്. ഹിൻഡ് എന്ന് വെച്ചാൽ സൂചന, സാഡ്നെസ് എന്ന് വെച്ചാൽ ദുഃഖം. അപ്പോൾ ഒരു ദുഃഖത്തിൻ്റെ സൂചന നൽകിക്കൊണ്ട് കുറുക്കൻ എക്സ്പ്ലെയിൻഡ്, കുറുക്കൻ വിശദീകരിച്ചു. ഇത് എന്നോടൊപ്പം വായിക്കൂ. ദ ഗോട്ട്, ആൾവേസ് വില്ലിംഗ് ടു ലെൻഡ് എ ഹാൻഡ്, എഗ്രീഡ് വിത്തൗട്ട് ഹെസിറ്റേഷൻ, allowing the fox climb on his back and reach the water. With a graceful leap, the goat plunged into the well. The fox drank the water and then climbed out, using the goat's back. But when the fox was out, it left the goat trapped in the well. The fox laughed and said goodbye to the goat. നമുക്ക് അർത്ഥം നോക്കാം. ദ ഗോട്ട്, ആട്, ആൾവേസ് വില്ലിംഗ്, എല്ലായ്പ്പോഴും സന്നദ്ധനായിരുന്നു, ടു ലെൻഡ് എ ഹാൻഡ്, ഒരു കൈ സഹായം ചെയ്യുവാൻ, എന്ന് വെച്ചാൽ സഹായിക്കുവാനുള്ള മനസ്ഥിതി എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു ആ ആടിന്. ലെൻഡ് എ ഹാൻഡ് എന്ന് വെച്ചാൽ ഒരു കൈ സഹായം. ലെൻഡ് എന്ന വാക്കിന് കടം കൊടുക്കുക, വായ്പ കൊടുക്കുക എന്ന് അർത്ഥമുണ്ട്. ആ ഒരു വാക്ക് ഒറ്റയ്ക്കെടുക്കുകയാണെങ്കിൽ. വില്ലിംഗ് എന്ന് വെച്ചാൽ സന്നദ്ധതയുള്ള. അപ്പോൾ ഇവിടെ ഓൾവേസ്, എല്ലായ്പ്പോഴും, വില്ലിംഗ്, സന്നദ്ധതയുണ്ടായിരുന്നു, ടു ലെൻഡ് എ ഹാൻഡ്, ഒരു കൈ സഹായം ചെയ്യുവാൻ, എന്നുവെച്ചാൽ സഹായ മനസ്ഥിതി എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു ആ ആടിന്. അങ്ങനെയുള്ള ആ ആട് എഗ്രീഡ്, സമ്മതിച്ചു, വിതൗട്ട് ഹെസിറ്റേഷൻ,
ഒരു മടിയും കൂടാതെ, വിതൗട്ട് കൂടാതെ, ഹെസിറ്റേഷൻ മടി, ഒരു മടിയും കൂടാതെ ആ കുറുക്കൻ പറഞ്ഞ കാര്യം സമ്മതിച്ചു. അലോയിങ് ദി ഫോക്സ്, ആ കുറുക്കനെ അനുവദിച്ചുകൊണ്ട്, അലോയിങ് അനുവദിച്ചുകൊണ്ട്, ദ ഫോക്സ് ആ കുറുക്കനെ, ക്ലൈംബ് ഓൺ ഇസ് ബാക്ക് അതിൻ്റെ മുതുകിൽ ചാടിക്കയറുവാൻ അനുവദിച്ചുകൊണ്ട്, ആൻഡ് റീച്ച് ദി വാട്ടർ എന്നിട്ട് വെള്ളത്തിൽ എത്തിച്ചേരുവാനും, എന്ന് വെച്ചാൽ ആ ആടിൻ്റെ കുറുക്കിൽ അല്ലെങ്കിൽ മുതുകിൽ കയറിക്കൊണ്ട് വെള്ളത്തിൽ എത്തിച്ചേരുവാൻ ആ ആട് അനുവദിച്ചു. വിത്ത് എ ഗ്രേസ്ഫുൾ ലീപ്പ്, വളരെ വശ്യമായ ഒരു കുതിച്ചു ചാട്ടത്തോടു കൂടി, ദ ഗോട്ട് പ്ലഞ്ച്ഡ് ഇൻ ടു ദി വെൽ, ആ കിണറിൻ്റെ ഉള്ളിലേക്ക് ആ ആട് വളരെ വേഗം കുതിച്ചു ചാടി. പ്ലഞ്ച്ഡ് എന്ന വാക്കിന് പെട്ടെന്ന് ഊർജ്ജസ്വലമായി ചാടി, അതല്ലെങ്കിൽ മുങ്ങി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ വിത്ത് എ ഗ്രേസ്ഫുൾ ലീപ്പ്, സുന്ദരമായ അല്ലെങ്കിൽ ആകർഷകമായ ഒരു കുതിച്ചു ചാട്ടത്തിലൂടെ, ദ ഗോട്ട് പ്ലഞ്ച്ഡ് ഇൻ ടു ദി വെൽ, ആ ആട് കിണറിൻ്റെ ഉള്ളിലേക്ക് ചാടി അല്ലെങ്കിൽ മുങ്ങി. ദ ഫോക്സ് ഡ്രാങ്ക് ദി വാട്ടർ, ആ കുറുക്കൻ ഡ്രാങ്ക് കുടിച്ചു, ഡ്രിങ്ക് കുടിക്കുക, ഡ്രാങ്ക് അതിൻ്റെ പാസ്റ്റ് ടെൻസാണ്, കുടിച്ചു. ദ ഫോക്സ് ഡ്രാങ്ക് ദി വാട്ടർ, ആ കുറുക്കൻ വെള്ളം കുടിച്ചു. ആൻഡ് ദെൻ ക്ലൈംബ്ഡ് ഔട്ട്, എന്നിട്ട് പുറത്തേക്ക് കയറി വന്നു. യൂസിങ് ദ ഗോഡ്സ് ബാക്ക്, ആ ആടിൻ്റെ മുതുക് അല്ലെങ്കിൽ പിൻഭാഗം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ആടിൻ്റെ പിൻഭാഗം ഉപയോഗിച്ചുകൊണ്ട് ആ കുറുക്കൻ വെള്ളം കുടിക്കുകയും അതുപോലെ പുറത്തേക്ക് കയറി വരികയും ചെയ്തു. ബട്ട് പക്ഷേ വെൻ ദി ഫോക്സ് വാസ് ഔട്ട്, ആ കുറുക്കൻ വെളിയിൽ വന്നതിന് ശേഷം, ഇവിടെ അർത്ഥമെടുക്കുമ്പോൾ ബട്ട് പക്ഷേ, വെൻ ദി ഫോക്സ് വാസ് ഔട്ട്, ആ കുറുക്കൻ വെളിയിലായിരുന്നപ്പോൾ എന്നാണ്. യഥാർത്ഥത്തിൽ അർത്ഥം എന്താണ്? ആ കുറുക്കൻ വെളിയിൽ വന്നതിന് ശേഷം. ഇറ്റ് ലെഫ്റ്റ്, അത് ഉപേക്ഷിച്ചു. ലീവ് ഉപേക്ഷിക്കുക, അതിൻ്റെ പാസ്റ്റ് ടെൻസാണ് ലെഫ്റ്റ്, ഉപേക്ഷിച്ചു. ദ ഗോട്ട്, ആ ആടിനെ, ട്രാപ്ഡ് ഇൻ ദി വെൽ, കിണറിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ഉപേക്ഷിച്ചുകൊണ്ട്. അപ്പോൾ എന്താണ് അർത്ഥം? ബട്ട് വെൻ ദി ഫോക്സ് വാസ് ഔട്ട്, ആ കുറുക്കൻ വെളിയിൽ വന്നതിന് ശേഷം, ഇറ്റ് ലെഫ്റ്റ് ദി ഗോട്ട് ട്രാപ്ഡ് ഇൻ ദി വെൽ, ആ ആട് കിണറിൽ കുടുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ അതിനെ ഉപേക്ഷിച്ചു. ദ ഫോക്സ് ലാഫ്ഡ്, ആ കുറുക്കൻ ചിരിച്ചു. ആൻഡ് സെഡ് ഗുഡ് ബൈ ടു ദി ഗോട്ട്, എന്നിട്ട് ആ ആടിനോട് ഗുഡ് ബൈ പറഞ്ഞു, വിട പറഞ്ഞു. ഇത് എന്നോടൊപ്പം വായിക്കൂ. The poor goat realized it had been tricked by the cunning fox and learned a valuable lesson about trusting others too easily. അർത്ഥം നോക്കാം. ദ പൂവർ ഗോട്ട്, പാവപ്പെട്ട ആ ആട്, റിയലൈസ്ഡ്, മനസ്സിലാക്കി അല്ലെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഇറ്റ് ഹാഡ് ബീൻ ട്രിക്ഡ്, അത് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. ബൈ ദി കണ്ണിങ് ഫോക്സ്, ആ സൂത്രശാലിയായ കുറുക്കനാൽ. സൂത്രശാലിയായ ആ കുറുക്കനാൽ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആ പാവപ്പെട്ട ആട് മനസ്സിലാക്കി. ആൻഡ് ലേൺഡ്, എന്നിട്ട് പഠിച്ചു. എ വാല്യുബിൾ ലെസൺ, വിലയേറിയ പാഠം. എബൌട്ട് ട്രസ്റ്റിംഗ് അതേഴ്സ് ടു ഈസിലി, മറ്റുള്ളവരെ എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ വിശ്വസിക്കുന്നതിനെ പറ്റിയുള്ള വിലയേറിയ ഒരു പാഠം അത് പഠിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ മറ്റുള്ളവരെ നമ്മൾ ഒരിക്കലും പെട്ടെന്ന് കയറി വിശ്വസിക്കരുത് എന്നുള്ള വിലയേറിയ പാഠം അത് പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ലേൺഡ്, പഠിച്ചു, വാല്യുബിൾ, വിലയേറിയ, ലെസൺ, പാഠം, എബൌട്ട് ട്രസ്റ്റിംഗ്, വിശ്വസിക്കുന്നതിനെ പറ്റി, അതേഴ്സ്, മറ്റുള്ളവരെ, ടു, വളരെ, ഈസിലി, എളുപ്പത്തിൽ. ലേൺഡ് എ വാല്യുബിൾ ലെസൺ എബൌട്ട് ട്രസ്റ്റിംഗ് അതേഴ്സ് ടു ഈസിലി, മറ്റുള്ളവരെ എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ വിശ്വസിക്കുന്നതിനെ പറ്റിയുള്ള വിലയേറിയ ഒരു പാഠം അത് പഠിക്കുകയും ചെയ്തു.